കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനത്തെക്കുറിച്ച് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് ഇഡി ഹൈക്കോടതിയിൽ. ഇഡി അന്വേഷണവുമായി തോമസ് ഐസക് സഹകരിക്കുന്നില്ല. ഐസക്കിന്റെ മൊഴിയെടുത്താൽ മാത്രമേ അന്വേഷണം മുന്നോട്ടു പോകുമെന്നും ആയിരുന്നു ഇഡിയുടെ സത്യവാങ്മൂലം. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് തോമസ് ഐസക്കിനെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട്. മസാല ബോണ്ട് സംബന്ധിച്ച തീരുമാനമെടുത്ത പ്രധാന വ്യക്തിയാണ് തോമസ് ഐസക്. ഫെമ നിയമലംഘനത്തിൽ തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നു. കിഫ്ബിയുടെ രേഖാമൂലമുള്ള മറുപടിയിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. അന്വേഷണ നടപടികളിൽ കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചത്. ഇഡിയുടെ നടപടികളിൽ നിന്ന് തോമസ് ഐസക് നിരന്തരം ഒഴിഞ്ഞുമാറുകയാണ്. അതേ തോമസ് ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് നിരന്തരം കോടതിയെയും ഇഡിയെയും വെല്ലുവിളിക്കുന്നു. തോമസ് ഐസക്കിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കണം. കിഫ്ബി ഹാജരാക്കിയ രേഖകളിൽ നിന്ന് കൂടുതൽ പേരുടെ പങ്ക് വ്യക്തമാണെന്നുമാണ് ഇഡി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. അതേസമയം ഇഡിയുടെ അന്വേഷണവുമായി കിഫ്ബി സഹകരിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെയും ഹർജികൾ ഹൈക്കോടതി മെയ് 22-ന് പരിഗണിക്കാൻ മാറ്റി. ആവശ്യമെങ്കിൽ ഏത് സമയവും ഹൈക്കോടതിയെ സമീപിക്കാൻ അനുവദിക്കണമെന്ന കിഫ്ബിയുടെയും ഇഡിയുടെയും അഭിഭാഷകരുടെ വാദം സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.